കോഴിക്കോട് മണക്കുളങ്ങര ഉത്സവത്തിനിടെ ആന വിരണ്ടോടി 3 പേർ മരിച്ച സംഭവത്തിൽ കേസെടുത്തു. 194 വകുപ്പ് പ്രകാരം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. എഴുന്നള്ളത്തിലെ വീഴ്ചയിൽ വിശദ പരിശോധന നടത്തും. അതേസമയം വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, മണക്കുളങ്ങര ഉത്സവത്തിനിടെ ആന വിരണ്ടോടി 3 പേർ മരണം സംഭവിച്ച കേസിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ നിഖിൽ, നമുക്കറിയാൻ സാധിച്ചത് സ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 194 വകുപ്പ് പ്രകാരമാണ് കൊയിലാണ്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യമാണ് പരിശോധിക്കുവാനുള്ളത് എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട അധികൃതരുമായി നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ വെടിക്കെട്ട് നടത്തിയത് ആന ഇടയുന്നതിന് കാരണമായോ എന്നൊരു കാര്യം കൂടി പരിശോധിക്കുമെന്ന് പറയുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ അന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്നത്. എന്നാൽ ക്ഷേത്രം അധികൃതർ പറയുന്നത് ക്ഷേത്രത്തിലെ ചടങ്ങിന്റെ ഭാഗമായി ചെറിയ രീതിയിലുള്ള കരിമരുന്ന് പ്രയോഗം നടത്തിയെന്ന് പറയാൻ സാധിക്കില്ല. ചടങ്ങിന്റെ ഭാഗമായി മാത്രമാണ് അത്തരത്തിൽ കതിന പൊട്ടിച്ചത് എന്നൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ആരാണ് വെടിമരുന്ന് പ്രയോഗം നടത്തിയത് എന്നത് സംബന്ധിച്ചുമായി പരിശോധന നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഈ മരണപ്പെട്ടവരുടെ 3 പേരുടെയും വീടുകൾ ഇന്ന് സന്ദർശിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. 8 മണിയോടെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ അവിടെ എത്തി ഇവരുടെ വീടുകൾ സന്ദർശിക്കും എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ ആന എഴുന്നള്ളിപ്പിന് ഒരാഴ്ചത്തേക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ചേർന്ന തീരുമാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു ഉത്സവമായിരുന്നു. ആ ഉത്സവാഘോഷത്തിനിടയിലാണ് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചത്. ഈ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്ഥിതി വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ അപകടത്തിൽ പരിക്കേറ്റ 2 പേർ ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. പ്രധാനമായും ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുവാനുണ്ട്. അതിൽ പ്രാഥമിക നിഗമനത്തിൽ ആന കുത്തിയിട്ടോ അത്തരത്തിലുള്ള ഒരു അപകടമല്ല സംഭവിച്ചിരിക്കുന്നത്. പകരം ഈ ആന ഈ ഓഫീസിലേക്ക് കടന്നു ചെല്ലുകയും ആ ഓഫീസ് കെട്ടിടം ഉൾപ്പെടെ ഇടിഞ്ഞു വീണപ്പോൾ ഓടും ബീമും ഉൾപ്പെടെ തലയിൽ വീണ് വലിയ രീതിയിലുള്ള ചതവുകളും മുറിവുകളും ഈ മരണപ്പെട്ടവരുടെ ശരീരത്തിൽ കാണുവാനുണ്ട് എന്നൊരു പ്രാഥമിക നിഗമനമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചത് എന്നതിന് വ്യക്തത വരികയുള്ളൂ. ശരി ദിസ്ന, കോഴിക്കോട് മണക്കുളങ്ങര ഉത്സവത്തിനിടെ ആന വിരണ്ടോടി 3 പേർ മരിച്ച സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.